ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഗവർണർ മറ്റൊരു വഴി പോകാൻ സാധ്യത എന്നുള്ള വിവരം വരികയാണ്. അത് ഏതു വഴിയായിരിക്കും? എന്തായാലും ഗവർണർ പുറത്തിറങ്ങുമ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇനിയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതു വഴി പോകാനുള്ള സാധ്യതയാണുള്ളത്? അങ്ങനെ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ അല്ലാതെ ഗവർണറെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി ഏതാണ് അവിടെ? ഇവിടുത്തെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ഇവിടുത്തെ പ്രധാന ഗേറ്റിലൂടെ മാത്രമേ ഗവർണർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഇനിയുള്ളത് ഇതിന് തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ഗേറ്റാണ്. പക്ഷെ അതുവഴി ഗവർണറെ ഇറക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ ഈ പ്രധാന കവാടത്തിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. 100-ലേറെ പോലീസുകാർ ഇപ്പോൾ തന്നെ ഈ പ്രധാന ഗേറ്റിന് മുൻവശത്ത്, സർവകലാശാലയിലെ പ്രധാന ഗേറ്റിന് മുൻവശത്ത് ഇപ്പോൾ തന്നെ ഉണ്ട്. നേരത്തെ SFIയുടെ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഗവർണർ വരുമ്പോൾ ഗവർണറെ അകത്തേക്ക് കയറ്റാൻ ഒരു ഗേറ്റ് തുറന്നിട്ടിരുന്നു, ഒരു ഭാഗം തുറന്നിട്ടിരുന്നു. എന്നിട്ട് മറ്റൊരു ഭാഗത്തായിരുന്നു SFIക്കാരെ പോലീസ് നിയന്ത്രിച്ചിരുന്നത്. അതിനുശേഷം സർവകലാശാല മുന്നിൽ നിന്ന് സെനറ്റ് ഹാളിന്റെ പരിസരത്തേക്ക് വാഹനങ്ങൾ മാറ്റിയിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഗവർണറുടെ റൂട്ട് മാറ്റിവിടാനുള്ള ഒരു സാധ്യതയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വഴിയിലൂടെ വിടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനുശേഷം ഇവിടെ SFIക്കാർ നേരെ പ്രധാന ഗേറ്റിന് മുൻവശത്തും മെയിൻ റോഡിൽ തന്നെ ഇരുന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. ഈ മെയിൻ റോഡിൽ SFIക്കാർ നിന്ന് പ്രതിഷേധിക്കുമ്പോൾ മറ്റൊരു വഴിയിൽ കൂടെ ഗവർണർ ഇറങ്ങിയാൽ പോലും ഈ സർവകലാശാലയുടെ മുന്നിലൂടെ മാത്രമേ പുറത്തേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനർത്ഥം SFIയുടെ പ്രതിഷേധത്തിന്റെ ആ ഒരു പരിസരത്തു കൂടി മാത്രമേ ഗവർണർക്ക് ഇനി രാജ്ഭവനിലേക്ക് കടന്നു പോകാൻ കഴിയൂ എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും SFI പ്രവർത്തകർ ഈ പ്രധാന കവാടത്തിന് മുൻവശത്ത് തന്നെ നിൽക്കുന്നു. അവരെ ചുറ്റിയാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. ഗവർണർ അവിടുത്തെ പരിപാടി കഴിഞ്ഞിറങ്ങുമ്പോൾ SFIക്കാർ ഏത് രീതിയിൽ പ്രതിഷേധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയുന്നത്. കുറേ പേർ റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്, കുറച്ചു പേർ ആ പരിസരങ്ങളിലേക്ക് മാറി നിൽക്കുന്നുണ്ട്, പോലീസുകാർ ചുറ്റും നിൽപ്പുണ്ട്, പോലീസ് വാഹനങ്ങൾ ചുറ്റും കിടപ്പുണ്ട്. അങ്ങനെയാണ് സർവകലാശാലയിൽ മുൻവശത്ത് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം. സർവകലാശാലയ്ക്ക് അകത്ത് ഈ പരിപാടി നടക്കുന്ന ഹാളിന് പരിസരത്ത് മറ്റ് പ്രതിഷേധക്കാരൊന്നുമില്ല. ഹാളിനുള്ളിൽ BJP പ്രവർത്തകരുണ്ട്, ഹാളിന് പുറത്ത് പോലീസുകാരുടെ ഒരു വലിയ സന്നാഹവുമുണ്ട്. ഇതാണ് സർവകലാശാലയ്ക്ക് മുന്നിലെയും അകത്തെയും ഒരു ഇപ്പോഴത്തെ സാഹചര്യം. ഇനി പരിപാടി കഴിഞ്ഞ് ഗവർണർ സർവകലാശാലയിലെ പ്രധാന കവാടത്തിലൂടെ തന്നെയാണ് വരികയാണെങ്കിൽ SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള പ്രതിഷേധമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം പോലീസുകാർ അവരെ ഏത് രീതിയിൽ നിയന്ത്രിക്കുമെന്നും അറിയേണ്ടിയിരിക്കുന്നു. ആവശ്യത്തിന് പോലീസ് സന്നാഹം ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്ന SFI പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ട്. പക്ഷേ പ്രതിഷേധം ഏത് രീതിയിൽ കടുപ്പിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഹരി, ഇനിയും കൂടുതൽ പ്രവർത്തകരെത്താനുള്ള സാധ്യതയുണ്ടോ? ഹരി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ അവിടെയുള്ള പ്രവർത്തകരെ അവരെ ഏത് തരത്തിൽ നേരിടാൻ ആ തരത്തിൽ വേണ്ടുള്ള പോലീസ് സേനയുണ്ട്. പക്ഷേ ഇതിപ്പോൾ പ്രതിഷേധം കടുക്കുന്നൊരു സാഹചര്യമുണ്ട്. അടുത്ത ഏത് നിമിഷങ്ങൾക്കുള്ളിലും ഗവർണർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അവസ്ഥ? പരിപാടിയുടെ സമയം നീണ്ടുപോകുന്നതിനനുസരിച്ച് ഒരുപക്ഷെ അടുത്തടുത്തുള്ള SFI പ്രവർത്തകരൊക്കെ ഈ പരിസരത്തേക്ക് തന്നെ എത്താനുള്ള സാധ്യതയുണ്ട്. അതായത് പരിപാടി ഇപ്പോൾ ഗവർണർ പുസ്തക പ്രകാശനവും മറ്റുമൊക്കെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹം സംസാരിക്കുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിയും തോറും പ്രവർത്തകർക്ക് ഒരുപക്ഷെ ഇവിടേക്ക് വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ആ പ്രവർത്തകരെ പരമാവധി നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രധാന റോഡിൽ കുത്തിയിരുന്ന് അവർ പ്രതിഷേധിക്കുമ്പോഴും ഒരു വശത്തുകൂടി ഗതാഗതം കാര്യമായി മുന്നോട്ട് പോകാൻ പോലീസിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അവർ വണ്ടികളൊക്കെ കടത്തിവിടാൻ അവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഉള്ളവരെ നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട്. കൂടുതൽ പേർ വരികയാണെങ്കിൽ പോലീസ് എങ്ങനെ അത് നിയന്ത്രിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രധാന കവാടത്തിലെ 2 ഗേറ്റുകളും അടച്ചിട്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പുറത്തുള്ള പ്രവർത്തകരെ ആരും തന്നെ അകത്തേക്ക് കയറ്റാതിരിക്കാനുള്ള ശ്രമമായിരിക്കും പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് 2 ഗേറ്റും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഗവർണറുടെ വാഹനം വരുന്ന വഴിയിലൊക്കെയും പോലീസുകാരെ നിർത്തിയിട്ടുമുണ്ട്. ആ സെനറ്റ് ഹാളിന്റെ പരിസരത്ത് നിന്ന് ഗവർണറുടെ വാഹനം പ്രധാന കവാടത്തിലേക്ക് കടന്നു വരുന്ന റോഡിന്റെ 2 വശത്തും പോലീസുകാരെ കൃത്യമായി അവർ വിനിയോഗിച്ചിട്ടുണ്ട്. പുറത്തും പോലീസുകാർ നിൽപ്പുണ്ട്. ശരി, TS